വെറുതെ പിള്ളേരെ കൊണ്ടൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണേ, അവർ പഠിച്ചോട്ടെ എന്നുള്ള ഒരു ധാരണയാണ് മിക്ക ഇന്ത്യൻ പാരൻസും. വിചാരിക്കും പാവം കുട്ടികൾ പഠിച്ചോട്ടെ, കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിക്കട്ടെ. പക്ഷെ ഞാൻ സത്യം പറയാലോ, നമ്മൾ കുറച്ചൊക്കെ വീട് ഒരു അറ്റ്ലീസ്റ്റ് 2 റൂമെങ്കിലും അവരെ കൊണ്ട് ഡെയിലി ക്ലീൻ ചെയ്യിപ്പിക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു റൂമാണ് ചെയ്യാറ്, ഒരു റൂം അല്ലെങ്കിൽ 2 റൂമെങ്കിലും മാക്സിമം ചെയ്യും. ഈവനിങ് സ്കൈ കണ്ടോളൂ കേട്ടോ, ഈവനിങ് സ്കൈ. എന്താ വന്നില്ല, എവിടെ പോയി? സ്നോയി, സ്നോയി, സ്നോയി. ഈശ്വര, അവൻ ബാൽക്കണിയിലേക്ക് വന്നു ആവോ? നോക്കട്ടെ കേട്ടോ, ചിലപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ അവൻ ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, സ്റ്റാർട്ടിങ് വീഡിയോ തന്നെ ഒരു പൂച്ചയുടെ വീഡിയോ, അതും വേർട്ടിക്കൽ അതിലാണ് എടുത്താണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ ആരാ എടുത്തക്കണമെന്ന്. ഇതെൻ്റെ മോൾ എടുത്തതാട്ടോ, ഓൺ ഡിമാൻഡ്. ഓക്കെ, മോള് പറഞ്ഞു ഞാൻ ഹൗസ് ക്ലീനിങ് ഇന്ന് ചെയ്യും, അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും എടുക്കണം എന്ന്. ഓക്കെ, ഞാനും പറഞ്ഞു ഓക്കെ നീ എടുക്കുക, നീ വല്ലപ്പോഴൊക്കെ അല്ല ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറ്. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, അവൾ ഹെൽപ്പ് ചെയ്യൂട്ടാ ക്ലീൻ ചെയ്യാനൊക്കെ. പക്ഷേ അവളുടെ വീഡിയോ ഞാൻ ഇന്ന് വരെ റെക്കോർഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവൾ പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്ന് ഞാൻ വീട് ക്ലീൻ ചെയ്യണത് ഒന്ന് റെക്കോർഡ് ചെയ്യും അമ്മ. ഓക്കെ എന്ന് ഞാനും പറഞ്ഞു ശരി, ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അവൾ ഈ ഡ്രോയിങ് റൂം ആദ്യം ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ എല്ലാം ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ വീടൊന്ന് സെറ്റ് ചെയ്യണം ഈ ഒരു ഈവനിങ് വ്ലോഗിൽ. അപ്പോൾ ആ ഒരു പാട്ട് ഞാൻ അവൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ കണ്ടോളൂ എൻ്റെ മോള് വീട് എങ്ങനെ ഈവനിങ് ടൈമിൽ ക്ലീൻ ചെയ്യണേ. എനിക്ക് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ കിടന്നപ്പോൾ അവൾ തന്നെ വീഡിയോ എടുത്ത് വീഡിയോ ആംഗിളൊക്കെ സെറ്റ് ചെയ്ത് പാവം ഹെൽപ്പ് ചെയ്യണു. വീടൊക്കെ നന്നായി ഡീപ്പായിട്ട് എല്ലാം കുഷ്യൻസൊക്കെ താഴേക്ക് ഇട്ടിട്ട് വലിച്ചിട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്യണം, ഒരു വഴിപാടും ചെയ്യാണ്ട് കേട്ടോ. ബാക്കി ഞാൻ മ്യൂസിക് ഇട്ടിട്ട് നിങ്ങൾ കണ്ടോളൂ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം കേട്ടോ. പൊതുവേ മിക്ക പേരൻസും വിചാരിക്കും എന്തിനാ വെറുതെ പിള്ളേരെ കൊണ്ടൊക്കെ വീടൊക്കെ ക്ലീൻ ചെയ്യിപ്പിക്കണേ, അവർ പഠിച്ചോട്ടെ എന്നുള്ള ഒരു ധാരണയാണ് മിക്ക ഇന്ത്യൻ പാരൻസും. വിചാരിക്കും പാവം കുട്ടികൾ പഠിച്ചോട്ടെ, കളിച്ചോട്ടെ എന്നൊക്കെ വിചാരിക്കട്ടെ. പക്ഷെ ഞാൻ സത്യം പറയാലോ, നമ്മൾ കുറച്ചൊക്കെ വീട് ഒരു അറ്റ്ലീസ്റ്റ് 2 റൂമെങ്കിലും അവരെ കൊണ്ട് ഡെയിലി ക്ലീൻ ചെയ്യിപ്പിക്കണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു റൂമാണ് ചെയ്യാറ്, ഒരു റൂം അല്ലെങ്കിൽ 2 റൂമെങ്കിലും മാക്സിമം ചെയ്യും. പിന്നെ ബാക്കി റൂംസ് ചെയ്യാൻ പറയുമ്പോൾ കുറച്ചൊക്കെ പറയൂട്ടാ മമ്മ പിന്നെ ആവാമെന്ന്. പക്ഷെ നമ്മൾ അത് അറ്റ്ലീസ്റ്റ് 2 റൂമെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പഠിപ്പ് മാത്രമല്ല, കളിയും മാത്രമല്ല, വീടിൻ്റെ ഓർഗനൈസേഷനും അവർ അറിഞ്ഞിരിക്കണം. അതേപോലെ വീട്ടിലത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതൊക്കെയാണ് അവർക്ക് വീടായിട്ടൊരു അടുപ്പുണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു വീട്ടിലിങ്ങനെ പണിയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഈ വീടായിട്ടൊരു അടുപ്പം വരും. മിക്ക പേരൻസും ഇങ്ങനെ ചെയ്യിപ്പിക്കില്ലെങ്കിൽ വീടായിട്ട് കുട്ടികൾക്ക് അടുപ്പം വരില്ല. അവർ ആ റൂമിലിരുന്ന് അവരുടെ പുസ്തകവും അവരുടെ വേൾഡിലേക്ക് ഇങ്ങനെ പോവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ പണി കുറച്ചൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ആദ്യം ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു, മോളെ കൊണ്ട് അധികമൊന്നും ചെയ്യിപ്പിക്കാറില്ല. അവൾ സയൻസ് സ്ട്രീം എല്ലാം എടുത്താണ്, അവൾ നീറ്റല്ല പഠിക്കണേ, ഇതാണെന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് അധികമൊന്നും ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഈ കാര്യത്തിൽ പറയും എപ്പോഴും, പിള്ളേർ പഠിപ്പിൻ്റെ ഒപ്പം വീടും കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവണം, എന്നാലും അവർക്ക് വീടായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുള്ളൂ, ഇത് നമ്മുടെ കൂടി വീടാന്നൊക്കെ തോന്നുള്ളൂ എന്ന്. അപ്പോൾ അത് കാരണം ഞാൻ ഇവരെ ആ ഒരു കാര്യം ഇൻകൾക്കേറ്റ് ചെയ്തു. ഇന്നിപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നാളെ അവർ ചെയ്യില്ല എന്നൊന്നും നോക്കണ്ട, അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ച്. നാളത്തെ നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് പഠിക്കണതിൻ്റെ ഒപ്പം ലോകവിവരങ്ങളൊക്കെ അറിയണതിൻ്റെ ഒപ്പം പിന്നെ കളിക്കണതിൻ്റെ ഒപ്പം വീട് വൃത്തിയാക്കാനും ക്ലീൻ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അതൊന്നും പഠിക്കാണ്ട് ക്ലെൻലിനെസ് പഠിക്കും, ഡിസിപ്ലിൻ പഠിക്കും, വീടിൻ്റെ സാധനങ്ങൾ എവിടെയൊക്കെയാണ് വെച്ചേക്കണേന്ന് അറിയാം. പിന്നെ നീറ്റ്നെസ് ഇല്ലെങ്കിൽ വീടിൻ്റെ കോല എങ്ങനെയാണ്, ഒരു നീറ്റ്നെസ് ഉള്ള വീടിൻ്റെ ഒരു പീസ്ഫുൾനെസ് എങ്ങനെയാണ്, ഇതൊക്കെ അവർക്ക് മനസ്സിലായി കിട്ടും ഈ ക്ലീനിങ് ത്രൂ. പിന്നെ ഏതെങ്കിലും സാധനം എവിടെയാണ് വെച്ചേക്കണേന്ന് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ അറിയാം ഈ വീട്ടിലെ ഓരോ സാധനം എവിടെയാണ് വെച്ചേക്കണേന്ന്. ഒരു ബിലോങ്ങിങ്, അവരുടെ സാധനമാണ്, അവരുടെ വീടാണെന്നുള്ളൊരു ഫീലിങ്ങും കിട്ടും, ഒരു കണക്ഷനും കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ്
എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് നിങ്ങളായിട്ട്. ഇപ്പോൾ എൻ്റെ മോള് ഡെയിലി ചെയ്യുന്നല്ല, മിക്ക ദിവസവും ഞാൻ അവളോട് ഹെൽപ്പ് ചെയ്യാൻ പറയും. ഇപ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാരണം ഞാൻ കിടന്നു, അപ്പോൾ അവളോട് ഞാൻ പറയും മോളെ ഒന്ന് ചെയ്യ്, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ് എന്നാണ് ഹസ്ബൻഡും എന്നോട് പറയാറ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അവൾ ക്ലീൻ ചെയ്ത് ബാക്കിയുള്ള ക്ലീനിങ്ങും കൂടി കണ്ടോളൂ. ഇനി ഇതിൽ ഏതെങ്കിലും വീഡിയോ ഞാൻ അവിടെ നിന്ന് നടുവെന്ന് കട്ടാക്കി കഴിഞ്ഞാൽ അവൾ പറയും അമ്മ ഈ വീഡിയോ മമ്മ ഫുള്ളായിട്ട് ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അവൾ ചെയ്യണേ, അവളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വീട്ടിലത്തെ പണി ചെയ്യാൻ. ഇപ്പം മാത്രമല്ല കേട്ടോ, വളരെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചെറുപ്പത്തിലൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വലിയ കുട്ടിയായിപ്പോൾ അഡോളസൻ്റ് ഒക്കെ ആയി തുടങ്ങിയപ്പോൾ, പിന്നെ ഒരു ടീനേജർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് പിന്നെ ചെയ്യാമെന്നുള്ളൊരു രീതി വരും. പക്ഷേ ഇപ്പോഴും ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ഉണ്ട്, അത് ചെറുപ്പത്തിൽ പഠിപ്പിച്ച കാരണം. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ചെയ്യണം കേട്ടോ. അപ്പോൾ അവൾ ആ 2 റൂം ക്ലീൻ ചെയ്ത് പോയി. ബാക്കിയുള്ള റൂം ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കിയുള്ള റൂമുകളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് മാക്സിമം അവൾ 90% ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് അവൾ ക്യാമറ അങ്ങനെ റെക്കോർഡ് ചെയ്യണത് അതൊക്കെ ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷേ പാവം അവളൊരു തംസപ്പും തരുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൾ ക്യാമറ ഹാൻഡിൽ ചെയ്തിട്ട് വീടിൻ്റെ ജോലി ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ക്യാമറ അങ്ങോട്ട് മൂവ് ചെയ്താലും അവൾ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് കാണണം കേട്ടോ. ഞാനല്ല റെക്കോർഡ് ചെയ്തേക്കണേ, ഈ ഫസ്റ്റ് 2 റൂം ക്ലീൻ ചെയ്യണം വരെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾ എനിക്ക് ക്യാമറ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ആ 2 റൂം ക്ലീനാക്കി പോയിട്ട് 6:30 കളിക്കാൻ പോയിട്ട് ഇനി ഇവിടുന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ റെക്കോർഡിങ്ങാണ് ഈവനിങ്. എന്തെങ്കിലും ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. പുറത്തത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. മിനിറ്റ്. നല്ല ക്ലൈമറ്റ്, നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റായി ഇരിക്കണോ. പുഴുക്കുണ്ടെന്ന് മാത്രം കേട്ടോ. ഈവനിങ് സ്കൈ കണ്ടോളൂ കേട്ടോ. ഈവനിങ് സ്കൈ നല്ല രസമല്ലേ. എല്ലാവരും എന്നാ ഹാപ്പി ആയിരിക്കുന്നുണ്ട്. ബിക്കോസ് നല്ല ക്ലൈമറ്റ്. ഇത്തിരി കാറ്റുകൂടി ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. കുട്ടികളൊക്കെ അതേ പുറത്തേക്ക് ഇറങ്ങി സൈക്ലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അറിഞ്ഞൂടാ. പിന്നെ ഈ ചെടിയിൽ ഈ ഒരു മഴ പെയ്തപ്പോഴേക്കും കുറച്ച് കൂടുതൽ തളിരോള് കാണാണ്ട് കേട്ടോ. ഇന്നാളത്തെ മഴയിൽ കുറച്ച് തളിരോള് കാണാണ്ട്. പക്ഷിയുടെ ശബ്ദം കേൾക്കണ്ട. നല്ലൊരു അറ്റ്മോസ്ഫിയർ. കൂടെ ബാൽക്കണിയിലേക്ക് വരാറുള്ളതായിരുന്നു. എന്താ വന്നില്ല, എവിടെ പോയി? സ്നോയി 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 ഈശ്വര, അവൻ ബാൽക്കണിയിലേക്ക് വന്നു ആവോ നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ അവൻ ബാൽക്കണിയിലേക്ക് വന്നിട്ടുണ്ടാവും. അവൻ വന്നിട്ടുണ്ട്. അവനെ ഞാൻ പുറത്തിട്ടിട്ട് കള്ളൻ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ നല്ല കുട്ടി സ്ലാബിൽ കയറിയില്ല കേട്ടോ. ഭാഗ്യം. കണ്ട് കള്ള, നീ എൻ്റെ പിന്നാലെ ബാൽക്കണിയിലേക്ക് വന്നു അല്ലേ? നീ എൻ്റെ പിന്നാലെ ബാൽക്കണിയിൽ വന്നില്ലേ? അവിടുന്ന് ചാടി വീണായിരുന്നില്ലേ? സ്നോയ്ക്ക് അറിയാം, അവൻ തെറ്റാ ചെയ്തെന്ന്. അവനെ തെറ്റ് ചെയ്തു എന്ന് അവന് നന്നായി അറിയാം. ഡാ ചീത്ത കേൾക്കുന്ന് വിചാരിച്ചിട്ടല്ലേ? ഇങ്ങോട്ട് നോക്ക്. നിന്നോട് ആ ബാൽക്കണിയിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞതല്ലേ? ഇവിടെ നോക്കൂ, ആ ബാൽക്കണിയിലേക്ക് പോവല്ലേ എന്ന് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ പോയേ? ബാൽക്കണിയിൽ വന്നൂല്ലേ? അമ്മയുടെ പിന്നാലെ ബാൽക്കണിയിൽ വന്നൂല്ലേ? തെറ്റ് ചെയ്തു, എനിക്കറിയാം. അവനൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. എന്താ, ഞാൻ ആ ബാൽക്കണി ഒരു 5 മിനിറ്റിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് തുറന്നതാട്ടാ. അതിൻ്റെ ബാക്കിൽ അവൻ ഒളിച്ച് പോയി ബാക്കിൽ വന്നിരുന്നു. ഞാൻ ബാൽക്കണി കുറ്റിയിട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്നോയി നോക്ക്. എന്നെ നോക്കണം പോലില്ല. അവൻ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അവന് നന്നായി അറിയാം. സ്നോയി വിളിച്ചാലും നോക്കണില്ല. ആൾക്ക് നന്നായി അറിയാം ആ ബാൽക്കണിയിൽ പോവല്ലേ. എന്നിട്ട് അവൻ കള്ളത്തരം കാട്ടിപ്പോയി. പിന്നെ ആകെയുള്ളൊരു ടെൻഷൻ ഇല്ലാണ്ടിരുന്നത് ബിക്കോസ് അവന് ഇത്തിരി ബുദ്ധിയുള്ള കാരണം അവൻ അവിടുത്തെ സ്ലാബിന്മേ കയറിയില്ല. അവിടെ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം ആ ബാൽക്കണിയിൽ അവനെ വിടില്ല. ആ ബാൽക്കണിയിൽ വിട്ട് കഴിഞ്ഞാൽ നെറ്റ് ഇടാത്ത കാരണം അവൻ ഈ ബാക്കിലത്തെ ബാൽക്കണിയിൽ സ്ലാബിൽ ഇരിക്കുന്ന പോലെ അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നല്ല 3rd ഫ്ലോറിൽ നിന്ന് വീഴും. ഇവിടെ ബാക്കിലത്തെ ബാൽക്കണിയിൽ അവൻ സ്ലാബിന്മേ കയറിയിരിക്കും.
ബിക്കോസ് നെറ്റ് ഇട്ടിട്ടുള്ള കാരണം. അത് കാരണം അപ്പുറത്തെ ബാൽക്കണി അവന് പോവാൻ സമ്മതിക്കില്ല. ഇപ്പം അവൻ ഒപ്പിച്ച് വെച്ചിട്ട് തിരിച്ചു വന്നിരിക്കണ കണ്ടില്ലേ? അവന് നന്നായി അറിയാം അവൻ കള്ളത്തരം ചെയ്യാന്ന്. ആ നീ നോക്കണ്ട, എനിക്കറിയാം, ഒളിച്ചൊളിച്ച് നോക്കണമെന്ന് മനസ്സിലായി. സോറി ഒന്നും പറയണ്ട, പാവം കുട്ടിയല്ല. ആ വീണ്ടും വീണ്ടും നോക്കണോ? ആ ബാൽക്കണിയിൽ പോയില്ലേ സ്നോയി? സ്നോയി ആ ബാൽക്കണിയിൽ പോയില്ലേ അമ്മ കാണാണ്ട്? കണ്ട, എല്ലാം മനസ്സിലാവും അവന്. ആരാ ബാൽക്കണിയിൽ പോയേ? ഡാ വാലോണ്ട് ആൻസർ ചെയ്യണ നോക്ക്. ഡാ സ്നോയി. കണ്ട, വിളിച്ചാ കേൾക്കണില്ല കേട്ടോ. അവന് നന്നായി അറിയാൻ വലിയൊരു തെറ്റാ ചെയ്തു വെച്ചേക്കണെന്ന്. സ്നോയി, നീ എന്തിനാ ബാൽക്കണിയിൽ പോയേ? നിന്നോട് ഞാൻ മന ചെയ്തതല്ല ആ ബാൽക്കണിയിൽ പോവല്ലേന്നാ. അവിടുന്ന് നീ വീഴില്ലേ? എനിക്കിതിന്റെ ഉത്തരം വേണം. സ്നോയി, സ്നോയി. കണ്ട, നോക്കണം പോലില്ല. സ്നോയി നോക്കില്ല. സ്നോപ്പു, ആ എല്ലാം ഒപ്പിച്ച് വെച്ചേക്കണ. വാലിട്ട് ആട്ടണ കണ്ടപ്പോ മനസ്സിലായി അവനെ ചീത്ത പറയാന്ന്. ഇനി പോവല്ലേട്ടാ, ഇനി പോവല്ലേട്ടാ, അമ്മയുടെ കുട്ടി പോവല്ലേട്ടാ. അവിടുന്ന് വീഴും മോനു, ആ സ്ലാബിൽ നിന്ന് താഴേക്ക് വീഴും. വാ അമ്മ പാപ്പൻ തരാൻ വരൂ. സാരില്ലേട്ടാ, ഇനി വരില്ലേട്ടാ. ബാൽക്കണി തുറന്നിട്ടത് അമ്മയുടെയും തെറ്റുണ്ട്. ബാൽക്കണി തുറന്നിട്ട് ഇടാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങളെ വ്യൂ കാണുന്നതിൻ്റെ അതിലെ മറന്നുപോയി. ഇവൻ പിന്നാലെ ഒളിച്ചു വരുന്നു. ഇവൻ ആ സമയം നോക്കി വന്നും ചെയ്തു. പക്ഷെ എന്തോ ഭാഗ്യം അവൻ സ്ലാബിന്മേ കയറിയില്ല. ബാ പാപ്പൻ തരാം, ബാ ബാ. ഇനി കയറുവോ നമ്മുടെ ചുന്തുകുട്ടൻ? കൊളത്തി ഭഗവാന്മാരെ നിങ്ങളും കണ്ടോളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും വരട്ടെ. ഭഗവാനെ കണി കണ്ടോളൂ. ഓക്കെ, സന്ധ്യാദീപം കൊളത്തിയുണ്ട്. എന്ത് ഭംഗിയാ ഈ ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ ശരിക്കുള്ള ടെൻറ്റ് ഇതാണ് കേട്ടോ. ഒരു ബ്ലൂയിഷ് ടെൻറ്റാണ് നമ്മൾ ഇതിനെ കൊടുത്തത്. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ആ ടെൻറ്റ് കാണാം കേട്ടോ. ഈ സമ്മറിൽ ചൂടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടെൻറ്റ് ഗ്ലാസ് ഇടണമായിരുന്നു. അപ്പോൾ കുറേ ചോയ്സസ് ഉണ്ടായിരുന്നു അതിൽ. നീല കളറ്, പച്ച കളറ്, മഞ്ഞ കളറ്, അങ്ങനെ പല കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു സ്കൈ ബ്ലൂ ടിൻറ്റ് ഉള്ള ഗ്ലാസ്സാണ്. ഇതങ്ങനെ നോർമലി ഡേ ടൈമിൽ കാണില്ല കേട്ടോ. പക്ഷെ നൈറ്റ് ടൈമിൽ ഇപ്പോൾ അത് ഈ ഒരു ഈവനിങ് ടൈമിൽ മനസ്സിലാവും. കുറച്ചൊക്കെ മോള് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഇനി നമുക്ക് ഒരു കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. നേരത്തെ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ പോവാമെന്ന് വിചാരിച്ചതായിരുന്നു, പിന്നെ മറന്നുപോയി. അപ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ട് നമുക്ക് കാപ്പി കുടിക്കാം. ചൂടുള്ള കാപ്പി കുടിക്കാൻ പോവാണ്. ബ്ലാക്ക് കോഫിയാണ് കുടിക്കണം കേട്ടോ. ഓക്കെ, ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് ഈ ഒരു ഈവനിങ് വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ സ്നോയി? ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? ചീത്ത കിട്ടി പാവത്തിന്. ഇനി കുറച്ച് നേരം അതിൻ്റെ കൂടെ കളിക്കട്ടെ കേട്ടോ. എൻ്റെ കൂടെ സ്നോയിനെ ഇത്തിരി സ്നേഹിക്കട്ടെ കേട്ടോ. പാവം അതിന് ചീത്ത കിട്ടി. എന്തിനു മമ്മീൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മമ്മീൻ്റെ കുട്ടി എന്തിനാ ചെയ്യുന്നേ? അമ്മേൻ്റെ മടിയിൽ പെരുന്ന് അവൻ പാവട്ടാ. സ്നോപ്പു പാപ്പ തിന്നു? പാപ്പ തിന്നോ? അമ്മ ചുണ്ട് പാപ്പ തിന്നോ? അമ്മ ചുണ്ട് ബാൽക്കണിയിൽ ഓടിപ്പോയി. സാരില്ല കേട്ടാ, അമ്മയുടെ മടിയിലിരുന്നോളൂ കേട്ടോ. ഞാൻ ഉണ്ട്, അവന് മനസ്സിലായി ഞാൻ ചീത്ത അറിഞ്ഞോന്ന്. അപ്പോൾ അവനിപ്പോൾ എൻ്റെ മടിയിൽ കയറിയിരുന്ന് സ്നേഹം കാണിക്കണുണ്ട്. സ്നോപ്പു ഡാ സ്നോയി, മമ്മിയുടെ കുട്ടി എവിടെയാണ്? അവന് കുറ്റബോധം ഉണ്ട് കേട്ടോ, നോക്കണില്ല. സ്നോപ്പു എന്തുമ്മ? ഒരു ബായ് പറയൂ എല്ലാവരോടും, ബായ് പറയൂ. ഞാൻ തെറ്റ് ചെയ്തു, ചോരി മമ്മ. ആ ചെറിയ ചിരി കാണാണ്ട് ഒരു സ്ലൈറ്റ് സ്മൈല് കാണിച്ചത് കണ്ടോ അവൻ?